മാധു, കഴിഞ്ഞ തവണ 2021 1,42,104 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലഭ്യമായ കണക്കനുസരിച്ച് ഇപ്പോൾ 1,36,323 വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3,000-4,000 വോട്ട് കൂടി കൂടിയേക്കാം. കാരണം കുറച്ച് ബൂത്തുകളിലെ കൂടി അന്തിമ കണക്ക് വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ശതമാനക്കണക്കിൽ 2-3% കുറവായിരിക്കും കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് എന്നുള്ളത് വ്യക്തമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉദ്ദേശിച്ചതുപോലെ പോളിംഗ് ശതമാനമുണ്ട്. പക്ഷെ പിരായിരി പഞ്ചായത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. എന്താണ് ഇതിന് നൽകുന്ന വിശദീകരണം മുന്നണികൾ? ഇപ്പോഴത്തെ നിലയിൽ ഈ പോളിംഗ് ശതമാനത്തെ എങ്ങനെ വിലയിരുത്താം? പാലക്കാട് അതിന്റെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട്ടെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രമോ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളോ വോട്ടിംഗ് പാറ്റേണോ ശതമാനമോ വെച്ച് ഇത്തവണത്തെ ഒരു തരത്തിലും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യം പാലക്കാടിനെ ബാധിച്ചിട്ടേ ഇല്ല. ശരിയാണ്, 2-3% പോളിംഗ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കുറയുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമേ അല്ല. പാലക്കാടിനെ മണ്ണും മനസ്സും ഇളക്കി മറിച്ച പ്രചാരണ കാലയളവിന് ശേഷമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മുന്നണികൾ അവസാനപ്പെട്ട കണക്കുകൂട്ടലിലാണ്. BJP പറയുന്നത് അവർ വിജയിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ തൊട്ട് മുൻപാണ് ഇവിടുന്ന് കൃഷ്ണകുമാറിനെ കണ്ടത്. കൃഷ്ണകുമാർ ഇവിടെ മൂത്താന്തറയിലേക്ക് പോളിംഗ് കഴിഞ്ഞ ഉടനെ എത്തുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് BJPയുടെ കോട്ടകളിലൊന്നും ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേ ആത്മവിശ്വാസം അതേ തോതിൽ തന്നെ പ്രസരിപ്പിക്കുന്നുണ്ട് UDF ക്യാമ്പും എന്ന് പറയുന്നത്. 10,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിക്കും എന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് LDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. P. സരിന്റെ വ്യക്തിപ്രഭാവം, അതിനോടൊപ്പം തന്നെ സംഘടനാ സംവിധാനം, പാർട്ടിയുടെ സംഘടനാ സംവിധാനം, ഇത് രണ്ടും ചേർന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും പാലക്കാട് എന്നുള്ളതാണ് LDF പറയുകയും ചെയ്യുന്നത്. അവസാനപ്പെട്ട കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് മുന്നണികളെല്ലാം പാലക്കാടിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ, ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനത്തെയോ രീതിയോ അല്ല തങ്ങളുടെ, അതായത് 3 മുന്നണികളും ഒരേപോലെ മാറ്റിവരച്ച് ഒരേപോലെ മത്സരിച്ച് പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. അതേ 3 മുന്നണികളും ഒരേപോലെ പണിയെടുത്തു എന്ന് പറയുമ്പോഴും 2016 77.25% പോളിംഗ്, 2021 75.44% പോളിംഗ്, ഇത്തവണ 72%, കൂടിപ്പോയാൽ 73 അന്തിമ കണക്ക് വരുമ്പോൾ. അതിനപ്പുറത്തേക്ക് എന്തായാലും പോകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ 72-നും 73-നും ഇടയിലാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇത്ര വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടും പോളിംഗ് 75-ലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൗതുകകരമാണോ? ഒപ്പം 3 മുന്നണി നേതാക്കളുമായും സംസാരിച്ചു കാണുമല്ലോ. അവരൊക്കെ ഉദ്ദേശിച്ച വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണോ, അതോ എവിടെയോ പാളിപ്പോയി എന്ന ആശങ്ക ആർക്കെങ്കിലും ഉണ്ടോ? പോളിംഗ് ശതമാനം കുറയുകയാണ് എങ്കിൽ അതിന് കാരണമായി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂടുമാറ്റങ്ങളാണ്. നമുക്കറിയാവുന്നതാണ്, ഉറച്ച പാർട്ടി വോട്ടുകൾ, അത് കോൺഗ്രസിൻ്റെതാണെങ്കിലും BJPയുടേതാണെങ്കിലും CPMൻ്റെതാണെങ്കിലും, അവിടെ ഏതെങ്കിലും തരത്തിൽ അവനവൻ്റെ പാർട്ടിക്ക് ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ല, മറ്റൊരു പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വോട്ടേ രേഖപ്പെടുത്താത്ത ഒരു രീതി അവലംബിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ P. സരിൻ വരുമ്പോൾ P. സരിന് വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത CPMൻ്റെ അണികൾ വോട്ട് ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ പാലക്കാട്ട് ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട്, സ്ഥാനാർത്ഥിയോടുള്ള വിമുഖത കൊണ്ട്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിമുഖത കൊണ്ട് വോട്ട് ചെയ്യാതിരുന്ന കോൺഗ്രസ്സുകാരുണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നുള്ളത്, ഇതൊക്കെയാണ് ആകെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കുറവ് രേഖപ്പെടുത്താനുള്ള കാരണം എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. പക്ഷേ ഇതൊന്നും ഈ ഘട്ടത്തിൽ മുന്നണികൾ അങ്ങനെ പറയാൻ തയ്യാറല്ല. തങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിരാളികളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് റിസൾട്ട് വരെ നീളുന്നതാണ്. അത് കഴിയുമ്പോൾ എങ്ങനെയാണോ പാലക്കാട് വിധി എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പുതിയ വിലയിരുത്തലുകൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാലും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ശക്തമായ വാശിയും വീറുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും നാട്ടിലേക്ക് എത്തുക, ദൂരെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ നാട്ടിലേക്ക് എത്തുക, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങൾ അത്ര പ്രാവർത്തികമല്ല എന്നതുകൊണ്ട് കുറഞ്ഞ ഒരു വോട്ട് ശതമാനം എന്നുള്ള രീതിയിലാണ് നിലവിൽ എല്ലാവരും അനുമാനിക്കുന്നത്. തീർച്ചയായും എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ നമ്മൾ 23-ാം തീയതി വരെ കാത്തിരിക്കണം. ഇതുവരെയുള്ള കണക്കനുസരിച്ച് പോളിംഗ് 70% കടന്നിട്ടുണ്ട്. ഇപ്പോഴും ചില ബൂത്തുകളിലെ പോളിംഗിന്റെ അന്തിമ കണക്ക് വരാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കറക്ഷൻ ഉണ്ടാകും. കുറച്ചുകൂടി പോളിംഗ് അധികരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പക്ഷേ കഴിഞ്ഞ തവണ പോൾ ചെയ്ത 75.44% എത്താനുള്ള സാധ്യത കുറവാണ്. 1,42,104 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത്. ഇതുവരെ 1,36,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്തതായി ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കുറച്ചുകൂടി വർദ്ധിക്കും. പക്ഷേ കഴിഞ്ഞ തവണ പോൾ ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് വോട്ടുകളെക്കാൾ കൂടുതൽ പോൾ ഇത്തവണ ഉണ്ടാവുമെന്ന് പറയുക സാധ്യമല്ല. ഒപ്പം മേഖല തിരിച്ച് എങ്ങനെ ഇതിന്റെ കണക്കുകൾ വരും എന്നുള്ളതും കാത്തിരിക്കാം.